രാവിലെ തന്നെ ദേവയാനി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. എന്താ ഇടത്തി ഇന്നത്തെ വാർത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, എന്ത് വിശേഷ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവ്യാൻ്റെ അടുത്തേക്ക് ജലജ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജലജ നയനയോട് ഒരു കോഫി എടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നയന ജലജയ്ക്ക് വേണ്ടിയുള്ള കോഫി ഇടുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നവ്യ അവര് നടന്നു പോവാണ്. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ മരുമകൾക്ക് എന്താ അടുക്കളയിൽ കയറിയ കുഴപ്പം? അവളിപ്പോ ഗർഭിണി എന്നല്ല കാര്യം എല്ലാവരും അറിഞ്ഞില്ല എന്ന് ചോദിക്കാണ്. അത് ഞാനെന്ന് പറയാനാ, അവളുടെ വിചാരം അവൾ എന്തോ കെട്ടിലമ്മയാണെന്നാ. അവള് പിറന്നു വീണ് തന്നെ വലിയ കാശുകാരന്റെ വീട്ടിലാണെന്നുള്ള ഭാവം അവൾക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല. എല്ലാവരും അവൾക്ക് അങ്ങോട്ടും കൊണ്ടല്ല സാധനം കൊടുക്കണമെന്നാ എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയാണ്, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നിന്റെ മരുമകളോട് ഒരു ഗ്ലാസ് ചായ അങ്ങ് കൊണ്ടുവരാൻ പറ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നബി പറയാണ്, തനിയെ അങ്ങ് വെച്ചു കുടിക്കാലോ, ഇവിടെ നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലല്ലോ, രാവിലെ തന്നെ മേക്കപ്പ് ഇട്ട് വന്ന് ഇരുന്നോളം 10 രൂപ വായിച്ചുകൊണ്ട് എന്നിട്ട് എന്റെ മെക്കിട്ട് കയറാൻ വരുവാണോ? ആരും കൂടുതൽ എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു നദി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നിൽക്കടി അവിടെയെന്ന് പറഞ്ഞിട്ട് ചാടി ഒരുങ്ങിക്കാണിട്ട് ദേവയാനി. അപ്പോഴേക്കും അവിടുന്ന് നയനെ പറയുന്നുണ്ട്, അമ്മേ വഴക്കൊന്നും പറയണ്ട, ഞാൻ ജോലികൾ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് മീനാക്ഷി ചേച്ചിക്കും ചെയ്യാനുള്ള ജോലികൾ ഇവിടെ ഉള്ളൂ, പിന്നെ ജാനകി ചെറിയമ്മയെ സഹായിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയാണ്, നീ മിണ്ടിപ്പോകരുത്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ നവിയോട് സംസാരിക്കുന്നത് എന്ന് ദേവേനി പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ ബഹളം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി പറയാണ്, അച്ഛാ ഞാൻ ഇവളോട് ഒരു കോഫി ഇട്ട് തരാൻ പറഞ്ഞപ്പോ ഇവള് പറയുക എനിക്കിവിടെ വേറൊരു പണിയില്ലല്ലോ, വേണമെങ്കിൽ ഇപ്പോൾ ഇടാന്. എന്ത് മര്യാദയില്ലാത്ത വർത്താനം ഇവള് പറഞ്ഞത്, ഞാനിവളുടെ അമ്മായിമ്മയുടെ ചേച്ചിയല്ലേ, അങ്ങനെ നോക്കുമ്പം എനിക്ക് ഈ വീട്ടിലെ ഇവളുടെ അമ്മയുടെ സ്ഥാനമില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, നവ്യമോളെ നിന്നേക്കാൾ മുതിർന്നവരില്ല അവരൊരു കോഫി ചോദിച്ചാൽ നിനക്ക് ഇട്ടുകൊടുത്താൽ എന്താ കുഴപ്പം? നിന്നെ കൊണ്ട് വീടുമായിട്ട് ഒരു ജോലിയും ആരും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ, നയനമോളെ തനിയെ എല്ലാ ജോലിയും ചെയ്യുന്നത് കണ്ടില്ലേ, നിന്റെ സ്വന്തം അനുജത്തിയല്ലേ അവളെ ഒന്ന് സഹായിക്കാൻ പോലും നീ കയറുന്നില്ലല്ലോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശി ഇത്രയും വലിയ വീട്ടില് ഒരേ ഒരു ജോലിക്കാർ മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ളപ്പോ ഇവിടെ 3 സ്ത്രീകൾ വേറെയുണ്ട്, എന്റെ അമ്മായിമ്മയും അവരുടെ അനിയത്തിയും അവരുടെ ചേട്ടത്തിയും, അവർക്ക് 3 പേർക്കും ചെയ്യാനുള്ള ധാരാളമുള്ള പണി മാത്രമേ ഈ വീട്ടിലുള്ളൂ, എങ്കിൽ അവർക്കത് ചെയ്തൂടെ? പാവം ജാനകി ചെറിയമ്മ മാത്രം അടുക്കളയിൽ കയറി എല്ലാ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, എന്റെ അനിയത്തി വന്ന് കയറിയിട്ട് അവളെ കൊണ്ടും ചെയ്യിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഇവർ രണ്ടുപേരും മാത്രം എന്താ രാവിലെ കുളിച്ചൊരുങ്ങി ലിപ്സ്റ്റിക്ക് ഇട്ട് ഇവിടെ എല്ലാവരെയും ഭരിച്ചുകൊണ്ടൊന്നിരിക്കുന്നത്? ഇത് മുത്തശ്ശന്റെ നിയമത്തിലുള്ളതാണോ മുത്തശ്ശാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ തലമുണിച്ച് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് നവ്യ ചോദിക്കുകയാണോ, ഇതാണോ ഈ അനന്തപുരം തറവാടിന്റെ നിയമം എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവേനി പറയാണ്, നീ ഇവിടെ ആരെ നിയമമൊന്നും പഠിപ്പിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഒരു ഗ്ലാസ് കോഫിയിലുള്ള ചോദിച്ചുള്ളൂ, അത് ഇട്ട് കൊടുത്തേക്കെന്ന് പറയുമ്പോൾ നവ്യ പറയാണ്, ഇല്ല മുത്തശ്ശി ഞാൻ ഇട്ട് കൊടുക്കില്ല, അതിന്റെ ആവശ്യമില്ല, ഇവരിവിടുത്തെ റാണിയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് കയറി വരുന്നുണ്ട്. എന്റെ അമ്മ ഇവിടുത്തെ റാണി തന്നെയാടി എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരികയാണ്. അപ്പോഴേക്കും നവ്യ പറയാണ്, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി, ഇവരിവിടുത്തെ മൂത്ത മരുമകളൊക്കെ ആയിരിക്കും, പക്ഷെ മുത്തശ്ശൻ ഇവർക്കിവിടെ റാണിയുടെ പദവി ഒന്നും കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ, ഇവിടെയുള്ള ബാക്കി 2 പേർക്കും ഒരേ പദവി തന്നെയാണ്, ഈ വീട് വേർപെട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇവർക്കൊരു സ്ഥാനം മുത്തശ്ശൻ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് അതെല്ലാവരും ഭരിക്കാമെന്നൊന്നാണെന്നും ഇവർ കരുതണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും നിർത്തടി എന്ന് പറയുന്നുണ്ട് ദേവയാനി. അപ്പൊ ജലജ മനസ്സിൽ കരുതുകയാണ്, ഇത്രയും വർഷം ഞാൻ പറയാൻ വിചാരിച്ചതാ, ഇവള് പറയുന്നത് എന്തായാലും അവള് പറയട്ടെ, എനിക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് എന്ന് ഇങ്ങനെ മനസ്സിൽ ജലജ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛനൊന്നും പറയാനില്ലേ, ഇവിടെ കിടന്ന് അഴിഞ്ഞാടുന്ന അച്ഛൻ കണ്ടില്ലേ, ഒരു കള്ളഗർഭം ഉണ്ടാക്കി ഇത്രയും മാസം എല്ലാവരെയും പറ്റിച്ചു, എന്നിട്ട് അവൾ ഒരു ജോലിയും ചെയ്യാതിരുന്നു, അന്ന് വെറുതെ വിട്ടത് അവൾ ഗർഭിണിയില്ലെന്ന് ഓർത്തിട്ടാ, ഇപ്പൊ ഇവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഏത് നേരം മേലനങ്ങാതെ റൂമിൽ തന്നെ ഇരിക്കുകയല്ലേ, ഇടയ്ക്ക് ഇറങ്ങി വന്ന് അടുക്കള സഹായിച്ചു നിറച്ച് ഒന്നും പറ്റാൻ പോകുന്നില്ലെന്ന് ദേവേനി പറയുമ്പോൾ നവ്യ പറയാണ്, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പൊ കൈക്കും കാലിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ, ചായ വേണമെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കണം, അല്ലാതെ മറ്റുള്ളവരോട് പറയുകയല്ലേ വേണ്ടത്, നിങ്ങൾ വീട്ടിലെ തമ്പുരാട്ടിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് നവ്യ. അപ്പോഴേക്കും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ദേവയാനിയൊക്കെ. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വന്ന് എടിയെന്നും പറഞ്ഞിട്ട് നവ്യയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് നടുക്ക് കയറുന്നിട്ട്, ആദർശേട്ടാ വേണ്ട, നവ്യേച്ചി അറിയാതെ പറഞ്ഞതാ, ഞാൻ നവ്യേച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, അമ്മയ്ക്കും എല്ലാവർക്കും കോഫി ഞാനിവിടെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നയന നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഇവിടെ സംസാരിച്ചോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും നീ അങ്ങോട്ട് മാറി നിൽക്കുന്ന നയന, നീ ആരാ എൻ്റെ മുമ്പിൽ കയറി നിൽക്കാന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് തള്ളി മാറ്റിവിടുകയാണ് നവ്യ. എന്നിട്ട് ആദർശേട്ടന് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറ,
എന്താ നിങ്ങളുടെ അമ്മയ്ക്ക് പ്രത്യേകത ഉള്ളത്, എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന്, ഞാൻ ഇവിടുത്തെ പണി ചെയ്യണോ, എനിക്കത് അറിയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോയിട്ട് കോടതിയിൽ കേസ് കൊടുക്കാൻ പോവാം. എന്നെ വീട്ടിൽ നിങ്ങളുടെ അമ്മ ജോലി ചെയ്യാൻ പറഞ്ഞ് എന്നെ പ്രഷർ ചെയ്യിക്കുകയാണെന്നും എന്നെ മാനസികമായി താത്തുകയാണെന്നും എന്നെ പീഡിപ്പിക്കുകയാണെന്നും പറഞ്ഞ് ഇപ്പം തന്നെ പോയി കേസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ, എങ്കിൽ ശരി നീ കൊണ്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ അതെ ഞാൻ കൊടുക്കാൻ പോവാണെന്നും പറഞ്ഞിട്ട് നവ്യ പോകാനൊരുങ്ങുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് മുത്തശ്ശൻ നവ്യ മോളെ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ് എന്തിനാ അവളോട് നിൽക്കാൻ പറഞ്ഞത്, അവളെ കൊണ്ട് കൊടുക്കട്ടെ, അവൾ കൊടുത്തിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് വേണ്ട മോനെ, ഇവിടെ അതിനെ വെച്ചൊരു ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയണ. ദേവേനി പറയുന്നുണ്ട് ഇല്ലച്ചാ, എനിക്കറിയണം, എൻ്റെ ഈ വീട്ടിലെ വില എന്താണെന്ന് എനിക്കറിയണം, ഒരു കോഫി പോലും അവളെനിക്ക് ഇട്ട് തരില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ കാരണം അറിയണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയണം ഇത്രയും വലിയ ചെറിയ പ്രശ്നം ഊതി പെരുപ്പിക്കേണ്ട ആവശ്യമുണ്ടാണ് ദേവേനി ചോദിക്കുമ്പോൾ, അച്ഛൻ എന്നെയാണോ കുറ്റം പറഞ്ഞത്, ഇവളല്ലേ തെറ്റിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നിന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവിയാണി ഇവിടെ ഈ വീട്ടിൽ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷം ചോദിക്കുകയാണ്. അച്ഛൻ അറിയില്ലേ ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഏകദേശം 10-32 വർഷമായെന്ന് പറയുന്നുണ്ട്. ആണല്ലോ, ഇന്നേ വരെ നീ ഈ അടുക്കളയിൽ കയറി എന്താ ചെയ്തിട്ടുള്ളത്? എപ്പോഴെങ്കിലും വാശിക്ക് ദേഷ്യത്തിന് കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലാതെ സ്ഥിരമായിട്ട് നീ അടുക്കളയിൽ കയറി കുക്ക് ചെയ്തിട്ടുണ്ടോ? എല്ലാം ചെയ്യുന്നത് മീനാക്ഷിയും ജാനകിയും കൂടെ അല്ലേ, പിന്നെ ജലജനാണെങ്കിൽ പറയാൻ വേണ്ട. നിങ്ങൾക്ക് ഇന്നേ വരെ ഒരു കോഫി ഉണ്ടാക്കി ഇതാ ഈ അമ്മയ്ക്ക് കൊടുക്കണം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ വന്നിട്ട് ഇത്രയും കാലമായില്ലേ തറവാട്ടില്, നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇന്നേ വരെ ഒരു കോഫി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അമ്മ വാവിട്ടൊരു കോഫി തരാമോ ചോദിച്ചാൽ നീ മടിച്ച് അടുക്കളയിൽ കയറി ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പല സമയത്തും മീനാക്ഷി അമ്മയ്ക്ക് കോഫി എടുക്കുക, ജാനകി അമ്മയ്ക്ക് കോഫി എടുക്കുന്നത് പറഞ്ഞ് നീ എല്ലാവരും പറയല്ലേ ചെയ്യാറുള്ളൂ എന്ന് പറയുമ്പോൾ ദേവയാനി ദേഷ്യപ്പെടുന്ന അച്ഛനെ നോക്കുകയാണ്. നീ എന്നെ തുറച്ചൊന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഈ വീട്ടില് എല്ലാവരും തുല്യരാ. പിന്നെ നിനക്ക് ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളായണ്ട് നിനക്ക് കുറച്ച് അധികാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അധികാരങ്ങൾ തരുന്ന എന്തിനാ? ഒരു വീട് നേരെ നോക്കി നടത്താൻ വേണ്ടിയിട്ടും ആ വീടിനെ തുല്യമായ അവകാശത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒരാൾക്കൊരു അധികാരം കൊടുക്കുന്നത്. അതല്ലാതെ താൻ മാത്രം ഈ വീട്ടിലെല്ലാം നേടണം എന്നുള്ള അധികാരത്തിന് വേണ്ടിയിട്ടല്ല ഒരു വീട്ടിലൊരാൾക്ക് അധികാരം കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരെയും ഒരേ കണ്ണിൽ കാണാനും ഒരേപോലെ അവരെ കൊണ്ടുപോകാനും ആ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അധികാരം ഒരാൾക്ക് മാത്രമായിട്ട് ഞാൻ നൽകിയത്. അത് നിനക്കാ നൽകിയത്. പക്ഷെ നീ അതിപ്പോൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 30 വർഷമായിട്ട് നീ ചെയ്യാത്ത ജോലി വെറും വീട്ടിലേക്ക് വന്നിട്ട് വെറും 9 മാസം മാത്രമായി പെണ്ണോട് ചെയ്യാൻ പറഞ്ഞത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിക്കുന്നുണ്ട്. നീ നിന്റെ മരുമകളോട് ജോലി ചെയ്യാൻ പറഞ്ഞു, അവളെ പാവമായിട്ട് അവൾ ഒന്നും മിണ്ടാതെ അവൾ ജോലി ചെയ്തു. ഇപ്പോഴത്തെ കാലത്തെ ബാക്കി ഒരു പെൺകുട്ടികളും ഇങ്ങനെയൊന്നും പറഞ്ഞ അനുസരിച്ച് നിൽക്കില്ല. അവരപ്പോൾ തന്നെ കൊണ്ട് കേസ് കൊടുത്താലുണ്ടല്ലോ ജാമ്യം പുല്ലത്ത് വകപ്പ 5-6 മാസം അകത്ത് കിടക്കേണ്ടി വരുമെന്ന് പറയാണ്. നീ പറഞ്ഞത് ചെയ്യാൻ വേണ്ടിയിട്ട് അവകാശമുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മീനാക്ഷിയാണ്. അത് വീടിന്റെ ജോലിക്കാരിയാണ് മാത്രം, അല്ലാതെ മറ്റാരും ആജ്ഞാപിക്കാൻ നിനക്ക് അവകാശമില്ല എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് നവി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നവ്യ അകത്തേക്ക് ഇങ്ങനെ അങ്ങനെ താൻ ജയിച്ചു എന്നുള്ള ഭാവത്തിൽ അകത്തേക്ക് കയറിപ്പോന്നു. അപ്പോഴേക്കും എല്ലാം തകർന്ന അവസ്ഥയിൽ ആ ദേവേനെ അവിടെ ഇരിക്കുമ്പോഴേക്കും മുത്തശ്ശൻ എന്തൊക്കെയാ പറഞ്ഞത്? എൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ അവകാശമില്ലെന്നോ? കണ്ടില്ലേ അവളെ ചിരിച്ചുകൊണ്ട് കയറിപ്പോയത്? അവളുടെയൊക്കെ മുമ്പിൽ എൻ്റെ അമ്മ തോറ്റുപോയില്ലേ എന്ന് പറയാണ്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണെന്ന് പറ. ഇന്നേ വരെ അടുക്കളയിൽ കയറുന്ന എൻ്റെ അമ്മ നവ്യയുടെ അടുക്കളയിൽ കയറാൻ പറഞ്ഞതും അവളോട് ആജ്ഞാപിക്കുന്നതും എവിടുത്തെ ന്യായമാ? ദേവ്യാനയുടെ മരുമകൾ പാവമായതുകൊണ്ട് അവളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതും പറഞ്ഞ് ബാക്കി പെൺകുട്ടികളും മെക്കിട്ട് കയറി നിന്നാല് ആരും ഒന്നും അംഗീകരിക്കില്ല. ഇനി അനിയുടെ ഭാര്യയോട് വരും, അവളോട് ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ കുടുംബം തല്ലിപ്പെരിഞ്ഞ് 4 വഴിക്ക് പോകും. എന്താ ദേവയാനി നിനക്കത് കാണണമെന്ന് ചോദിക്കുന്നുണ്ട്. ദേവയാനി മുത്തശ്ശന്റെ അസുഖത്തെ ഓർത്തും മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഓർത്തും ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ ഇത് സ്തബ്ധരായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കി എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. വീഡിയോ മിസ്സായിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.